ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അഫ്ഗാനി ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അധികം ഞാൻ ആരും ഉണ്ടാക്കണ കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക്, പച്ചമുളക്, അതുപോലെ മല്ലിച്ചപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഒരല്പം പുളി കുറഞ്ഞ തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. അത് തൈരൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചിക്കൻ കൂട്ടുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം ചുവറ്റിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ കസ്തൂരി മേത്തിയാണ് ഇതിലേക്ക് ഇടുന്നത്. അതൊരു 1.5 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ചാട്ട് മസാലയും ഞാൻ ഇടുന്നുണ്ട്. ഇതാണ് ചാട്ട് മസാല. ഒരല്പം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനതൊരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഇടാം. ഞാനത് ഇട്ടിട്ടില്ല. ഞാനതിന് വേറെ കോൺഫ്ലവറാണ് ഇട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടും കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് പിന്നെ കട്ടയൊന്നുമില്ലാതെ ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ഞാൻ കളറ് കുറഞ്ഞതിൻ്റെ ഒരു അല്പം കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മാവൊക്കെ അവിടെ റെഡിയായി. നമ്മൾക്ക് ഇതിലേക്ക് ഇനി ചിക്കൻ റെഡിയാക്കണം. ഇത് ഞാൻ ജാംജൂം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 1/4 പീസാണിത്. അപ്പം ഇങ്ങനെ ഞാൻ 4 പീസാണ് വാങ്ങിയിട്ടുള്ളത്. തൊലിയോട് കൂടിയ പീസാണിത്. ഇതിനെ നമുക്ക് വരഞ്ഞിട്ട് ആണ് നമ്മൾ കൂട്ടി വെച്ച മാവിൽ ഇട്ടിട്ട് കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനെ വരഞ്ഞിട്ട് നന്നായിട്ട് കേകിയെടുക്കണം. ഞാൻ ഫീസറിൽ പിന്നെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ചിക്കന് ഇങ്ങനെ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ എല്ലാം വരിഞ്ഞെടുത്ത് നന്നായിട്ട് കേകിയിട്ടുണ്ട്. ഇനി ഞാൻ ആ കൂട്ടി വെച്ച മാവിലേക്ക് ഞാനിത് ഇടുകയാണ്. എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അത് ഈ 4 പീസും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു മാവിൽ ഒരു മണിക്കൂറോളം ഇട്ട് വെക്കണം. ഇതേപോലെ ചിക്കനക്കും അതേപോലെ അതിൻ്റെ വരിഞ്ഞതിലൊക്കെ ഇതിൻ്റെ മാവ് എത്തുകൊണ്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി നമുക്ക് പൊരിക്കാനുള്ള തീയും ചട്ടിയൊക്കെ റെഡിയാക്കാം. ഞാൻ പുറത്തെ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. റോക്കറ്റ് അടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാനും അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു പരന്ന ചട്ടിയിൽ, ഇനി കുണ്ടുള്ള ചട്ടിയിലായാലും മതി. ഞാനിതിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായി. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ആ ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊന്ന് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിരുന്നു. അപ്പോൾ ഒന്നിങ്ങനെ തീ പാളി. അതിനും കുഴപ്പമില്ല. ഒരു പുകച്ചോയ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 4 പീസും ഇതിൽ തന്നെ പൊരിച്ചെടുക്കണത്. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിങ്ങനെ സാവധാനം പൊരിച്ചെടുക്കണം. ഒരുപാട് തീയായാൽ പെട്ടെന്ന് അതാണ് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേകൂല. അപ്പോൾ സാവധാനം നമുക്ക് ചെറിയ തീയിലാണിത് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ റോക്കറ്റ് അടുപ്പ് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. തീ കത്തൂല എന്നൊക്കെ ഓരോരുത്തരും പറഞ്ഞിരുന്നു. റോക്കറ്റ് അടുപ്പ് വെറുതെയാണെന്ന്. പക്ഷെ ഞാൻ എന്നും ഇതിൽ തന്നെയാണ് ചോറ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഒരു ഭാഗം വെന്തിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ടിട്ടുണ്ട്. 2 ഭാഗം ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഒന്ന് തിരിച്ചിടുന്നത് വീഡിയോ ഞാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതാണ് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഇനി നമുക്ക് എല്ലാ ചിക്കനും ഇതേപോലെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മസാല നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതാ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം അത് മൊരിച്ചെടുക്കാൻ. പെട്ടെന്ന് തീ കത്തിച്ച് ഇതാക്കിയാൽ പുറംതൊലി അങ്ങോട്ട് കരിയുന്നല്ലാതെ വെന്ത് കിട്ടൂല. ഇനി നമുക്ക് ഈ നമ്മൾ കൂട്ടി വെച്ച മസാല ചിക്കനൊക്കെ അതിൽ നിന്നെടുത്ത് ഇതൊന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം, വേവിച്ചെടുക്കണം. അതാണ് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ. അതിൻ്റെ ടേസ്റ്റും ഈ ഒരു മസാലയാണ്. അതൊന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം തീ ഓഫാക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. അപ്പം ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് റെഡിയാക്കാം. ആ ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ റെഡിയായി വെന്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മുകളിലോട്ട് അത് എല്ലാ മസാലയും ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിനെ കവർ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ മാത്രം ഒഴിച്ചാൽ മതി, ഫുള്ളായിട്ട് മുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമുക്കത് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ റൊട്ടിയോ അതുപോലെ ചപ്പാത്തിയോ കുബൂസോ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. നമ്മളൊരു കഷ്ണം കുബൂസ് എടുത്തിട്ട് പിന്നെ അതുപോലെ ചപ്പാത്തിയൊക്കെ എടുത്തിട്ട് ഇതിനെ അതിൽ ഒപ്പിയിട്ട് ആ ചിക്കനും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിത് കഴിക്കണത്. അപ്പം ഞാൻ ഉണ്ടാക്കിയ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 പീസിൻ്റെ മുകളിലും ഞാൻ ആ ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുബൂസിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ലെഗ് പീസ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ സാധാ ചിക്കന് കട്ട് ചെയ്ത് വാങ്ങണ അതും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളത് റെഡി ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചിക്കനല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ആ നമ്മുടെ തൈരിൻ്റെയും നാരങ്ങൻ്റെയൊക്കെ പുളി ആയതുകൊണ്ട് ഇതേപോലെ നുള്ളിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. കൊച്ചു കുട്ടികൾക്കും ഒക്കെ കഴിക്കാം, വലിയവർക്കും കഴിക്കാം. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാഹ് പുതിയൊരു വീഡിയോയുമായി അടുത്ത് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.